In this video, we are going to discuss about functional units of a computer. The basic organization of all computer is same, even though it differs in size, shape, performance and cost. ഇന്ന് വിപണിയിൽ വ്യത്യസ്ത രൂപത്തിലും പെർഫോമൻസിലും വിലയിലുമുള്ള കമ്പ്യൂട്ടറുകൾ ലഭ്യമാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പല രൂപത്തിലുള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ കൂടെ അതിൻ്റെ എല്ലാം ബേസിക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ബേസിക് ആർക്കിടെക്ചർ എല്ലാം സെയിം ആണ്. കാരണം അതിൻ്റെ രൂപഘടന എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഒരുപോലെയാണ്. സോ ഇങ്ങനെയുള്ളൊരു കോമൺ ആർക്കിടെക്ചർ ഫൗണ്ട് ചെയ്തത് ജോൺ വോൺ ന്യൂമാൻ എന്ന ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ ആർക്കിടെക്ചറെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്നും പറയും. നമ്മൾ ഈ വീഡിയോയിൽ ഫങ്ഷൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എന്തൊക്കെയാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ കമ്പ്യൂട്ടർ. So this is a figure or the basic functional units of a computer or the block diagram of a computer or the architecture of a computer. എന്ത് രൂപത്തിൽ പറയുകയാണെങ്കിലും ഇതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ യൂണിറ്റ്. There are 4 basic units. They are input unit, central processing unit or CPU, storage unit, output unit. So 4 functional units ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇൻപുട്ട് യൂണിറ്റ്, CPU, സ്റ്റോറേജ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് നമുക്കറിയാം, സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യുക എന്നതാണ് ഇൻപുട്ട് യൂണിറ്റിൻ്റെ ടാസ്ക്. സോ ഇതിൽ നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് CPU ആണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓർ പ്രൊസസ്സർ. CPUവിനെയാണ് നമ്മൾ പ്രൊസസ്സർ എന്നും പറയുന്നത്. CPUവിൻ്റെ അകത്ത് 3 ഫർദർ ക്ലാസിഫിക്കേഷനാണ്: കൺട്രോൾ യൂണിറ്റ്, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ, അതേപോലെ നമ്മുടെ ഇൻഫോർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് സ്റ്റോറേജ് യൂണിറ്റ്. ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത ഇൻഫോർമേഷനെ നമുക്ക്, അതായത് പുറത്തേക്ക് ഔട്ട്സൈഡ് വേൾഡിലേക്ക് കൊണ്ടുവരാനാണ് ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ 4 ഘടകങ്ങളാണ് അല്ലെങ്കിൽ 4 ഫങ്ഷൻ യൂണിറ്റ്സാണ് കമ്പ്യൂട്ടറിനുള്ളത്: ഇൻപുട്ട് യൂണിറ്റ്, CPU, സ്റ്റോറേജ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. നമുക്ക് ഓരോന്നിനെയും പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ഇൻപുട്ട് യൂണിറ്റ്. An input unit is a generalized term in computer for any device which can gather data from the real world for processing. കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ചെയ്യണം നമുക്ക് ഡാറ്റ. ഈ ഡാറ്റ പുറത്തു നിന്നാണ്, അതായത് ഔട്ട്സൈഡ് റിയൽ വേൾഡിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഗ്യാദർ ചെയ്ത ഡാറ്റയെ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകളെ ഇൻപുട്ട് ഡിവൈസസ് എന്നും പറയും. കോമൺലി യൂസ്ഡ് ഇൻപുട്ട് ഡിവൈസസ് ആർ കീബോർഡ്, മൗസ്, സ്കാനർ, മൈക്ക്, ഡിജിറ്റൽ ക്യാമറ, എക്സെട്ര. എന്തൊക്കെയാണ് ഇൻപുട്ട് യൂണിറ്റിൻ്റെ മെയിൻ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. സോ ദ മെയിൻ ഫങ്ഷൻസ് ആർ: ഫസ്റ്റ് വൺ, accepts instructions and data from the outside world. കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് ഫീഡ് ചെയ്യേണ്ട ഡാറ്റയെ ആദ്യം ഇൻപുട്ട് യൂണിറ്റ് സ്വീകരിക്കും. സെക്കൻഡ് പോയിന്റ്, കൺവേർട്ട് ദീസ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ടു എ ഫോം അക്സെപ്റ്റബിൾ ടു ദ കമ്പ്യൂട്ടർ. അങ്ങനെ സ്വീകരിച്ച ഡാറ്റ ഹ്യൂമൻ റീഡബിൾ ഫോമാണ്, നമുക്ക് വായിക്കാൻ പറ്റുന്ന ഡാറ്റയാണ്. അതൊരിക്കലും കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഡാറ്റയെ ഇൻപുട്ട് യൂണിറ്റ് എന്താക്കി മാറ്റും? കമ്പ്യൂട്ടർ റീഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. Third step, supply the converted instructions and data to the computer for processing. ഈ കൺവേർട്ട് ചെയ്ത ഇൻസ്ട്രക്ഷൻസിനെയും ഡാറ്റയെയും കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടി ഇൻപുട്ട് യൂണിറ്റ് സപ്ലൈ ചെയ്യും. ഇങ്ങനെ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, accepts data and instructions. Second, convert this data into computer readable form. And third one, supplies this converted data into computer for processing. So input devices an example ആണ് keyboard, mouse, scanner, digital camera, mic, etc. രണ്ടാമത്തെ മേജർ ഫങ്ഷണൽ യൂണിറ്റ് ആണ്
CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU or central processing unit is also known as processor. നമ്മൾ processor എന്ന് പറയുന്നത് CPU-നെയാണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് CPU ആണ്. നമുക്കറിയാം കമ്പ്യൂട്ടറിന് IQ ലെവൽ 0 ആണ്. കമ്പ്യൂട്ടറിന് സ്വയമായി ചിന്തിക്കാനോ സ്വന്തമായി ഡിസിഷൻ എടുക്കാനോ കഴിവില്ല. എങ്കിൽ ആ ഒരു പ്രവൃത്തി കമ്പ്യൂട്ടറിനകത്ത് ചെയ്യുന്നത് CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അതുകൊണ്ടാണ് CPU-വിനെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സോ CPU is responsible for activating and controlling the operation of other units of the computer. കമ്പ്യൂട്ടറിൻ്റെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും ബാക്കിയുള്ള എല്ലാ യൂണിറ്റുകളെയും ആക്ടിവേറ്റ് ചെയ്യുന്നതും അതിൻ്റെ വർക്കിംഗ് ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? CPU ആണ്. നമ്മൾ ഫിഗറിൽ കണ്ടു CPU-ൻ്റെ അകത്ത് 3 മെയിൻ ഭാഗങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? അത് അങ്ങനെയുള്ള 3 മെയിൻ ആയിട്ടുള്ള 3 കമ്പോണൻസ് ആണ്. ALU or arithmetic logic unit, control unit or CU, registers. So the basic 3 components of CPU. CPU-ൻ്റെ അകത്ത് 3 മെയിൻ കമ്പോണൻസ് ആണ് ഉള്ളത്. അതൊക്കെയാണ് ALU or arithmetic logic unit, CU or control unit, registers. ഇപ്പോൾ ഓരോ നമുക്ക് പരിചയപ്പെടാം. ALU or arithmetic logic unit. ഇവിടെ 2 ഭാഗങ്ങളുണ്ട്. Arithmetic and logic unit is divided into 2 units. AU arithmetic unit and logic unit. കമ്പ്യൂട്ടറിൻ്റെ അകത്തെ മേജർ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് ALU ആണ്. അരിത്തമെറ്റിക് യൂണിറ്റ് അല്ലെങ്കിൽ അത് ഇറ്റ് പെർഫോംസ് ദ കാൽക്കുലേഷൻസ്. അരിത്തമെറ്റിക് നമുക്കറിയാം കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നത് അരിത്തമെറ്റിക് യൂണിറ്റ് ആണ്. എന്നാൽ ലോജിക്കൽ ഓപ്പറേഷൻസ് അതേപോലെ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് കമ്പയർ ചെയ്യുന്നതെല്ലാം ലോജിക് യൂണിറ്റ് ആണ്. So ALU performs calculations and logical operations such as comparisons and decision making. അപ്പോൾ മെയിനായിട്ട് CPU-ൻ്റെ അകത്ത് മേജർ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് എവിടെയാണ്? ALU ആണ്. ALU ആണ് അതിൻ്റെ അകത്ത് മേജറായിട്ടുള്ള കാൽക്കുലേഷൻസ്, ഡിസിഷൻ മേക്കിംഗ്, അങ്ങനെ കമ്പാരിസൺസ് എല്ലാം പെർഫോം ചെയ്യുന്നതിൻ്റെ അകത്തുള്ള അരിത്തമെറ്റിക് യൂണിറ്റും ലോജിക് യൂണിറ്റും കൂടിയിട്ടാണ്. രണ്ടാമത്തെ ബേസിക് കമ്പോണൻ്റ് ആണ് CPU-ൻ്റെ അകത്ത് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് ഈസ് ആൾസോ നോൺ ആസ് എ സെൻട്രൽ നെർവസ് സിസ്റ്റം. നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നെർവസ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻസ് അതേപോലെയുള്ള എല്ലാ ഫങ്ഷൻസും ബോഡിയിലെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ബാക്കി എല്ലാ കമ്പ്യൂട്ടറിൻ്റെ കമ്പോണൻസിനെയും മാനേജ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ്. So it is the central nervous system that manages and coordinate all other units of the computer. മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ് രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സ് ആർ ദ ടെമ്പററി സ്റ്റോറേജ് എലമെൻറ്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫങ്ഷൻ ഓഫ് CPU. ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ALU-ൻ്റെ അകത്തൊക്കെ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റാണ് രജിസ്റ്റേഴ്സ്. അപ്പോൾ CPU-ൻ്റെ അകത്ത് ഡാറ്റ ടെമ്പററി ആയിട്ട് അതായത് താൽക്കാലികമായിട്ട് കുറച്ച് നേരത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് യൂണിറ്റാണ് രജിസ്റ്റേഴ്സ്. നമുക്കതിൻ്റെ ഫങ്ഷൻ യൂണിറ്റ് ഒന്നും കൂടെ കണ്ടു നോക്കാം. അപ്പോൾ നമുക്കറിയാം കണ്ടോ CPU-നകത്ത് മെയിനായിട്ട് 3 ഭാഗങ്ങളാണുള്ളത്. കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. Arithmetic logic unit or ALU performs arithmetic and logical operations. Control unit controls the all other components of the computer. That is input unit, storage unit, output unit. ഇങ്ങനെയുള്ള ബാക്കിയുള്ള യൂണിറ്റുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ALU-ൻ്റെ അകത്ത് പെർഫോം ചെയ്യുന്ന സമയത്ത് ഡാറ്റ താൽക്കാലികമായി സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനാണ് രജിസ്റ്റേഴ്സ്. സോ ഈ 3 ബേസിക് കമ്പോണൻസും കംപ്ലീറ്റ് കൂടി ചേർന്നാലാണ് ഏത് കംപ്ലീറ്റ് ആവുന്നത്? CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സോ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഇനി മൂന്നാമത്തെ യൂണിറ്റ് ആണ് സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ് നമുക്കറിയാം, സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് അല്ലേ? സോ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ഇൻ വിച്ച് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ്.
നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് എന്താ സ്റ്റോർ ചെയ്യാനുള്ളത്? ഡാറ്റയും ഇൻസ്ട്രക്ഷൻസിനെയാണ് സ്റ്റോർ ചെയ്യാനുള്ളത്. ഇങ്ങനെയുള്ള ഡാറ്റയെയും ഇൻസ്ട്രക്ഷനെയും സ്റ്റോർ ചെയ്യുന്ന ഏരിയയാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ ഫങ്ഷൻസ് ഓഫ് സ്റ്റോറേജ് യൂണിറ്റ്, എന്തൊക്കെയാണ് സ്റ്റോറേജ് യൂണിറ്റ് സ്റ്റോർ ചെയ്യുന്നത്? ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ, പ്രോസസ്സിങ്ങിന് ആവശ്യമായ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, അതേപോലെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്, അതുപോലെ ഫൈനൽ റിസൾട്ട് ഓഫ് പ്രോസസ്സിങ്. ഫൈനൽ റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇൻഫോർമേഷൻ. അപ്പോൾ ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ്, ഇൻഫോർമേഷൻ, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ്, ഇങ്ങനെയെല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. There are two types of storage unit. First one is primary storage and second one is secondary storage. Primary storage is also known as main memory. കമ്പ്യൂട്ടറിൻ്റെ അകത്തെ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റോറേജ് ആണ്. പ്രൈമറി സ്റ്റോറേജിനെയും നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് റാം, റാൻഡം ആക്സസ് മെമ്മറി, ആൻഡ് സെക്കൻഡ് വൺ ഈസ് റോം, റീഡ് ഓൺലി മെമ്മറി. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. എന്താണോ കമ്പ്യൂട്ടർ കറണ്ടായിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്, കറണ്ടായിട്ട് വെച്ചാൽ ഇപ്പോൾ എന്താണോ അത് ഇൻസ്റ്റൻ്റായിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്, ആ പ്രോസസ്സ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെയും ഡാറ്റയെയും ഇൻ്റർമീഡിയറ്റ് റിസൾട്ടിനെയും എല്ലാം സ്റ്റോർ ചെയ്യാനാണ് റാം യൂസ് ചെയ്യുന്നത്. സോ റാം ഇസ് ദ യൂസേഴ്സ് മെമ്മറി. യൂസേഴ്സിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോസസ്സ് ചെയ്യുന്ന, ഇപ്പോൾ കറൻ്റ്ലി എന്താണോ സിസ്റ്റം പ്രോസസ്സ് ചെയ്യുന്നത് അതിനാവശ്യമായ ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ്, അതേപോലെ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാം അല്ലെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ യൂസേഴ്സ് മെമ്മറി എന്നും പറയും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് പ്രൈമറി മെമ്മറി, റോം ഓർ റീഡ് ഓൺലി മെമ്മറി. Read only memory stores the instructions for the computer to start up when it is turned on. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസും പ്രൊസീജിയേഴ്സും എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോം. റീഡ് ഓൺലി മെമ്മറിയാണ്, അത് യൂസേഴ്സിന് യൂസ് ചെയ്യാനുള്ള മെമ്മറി അല്ല. ഇറ്റ് ഈസ് റോം ഈസ് യൂസ്ഡ് ഫോർ ആസ് സിസ്റ്റം മെമ്മറി. അത് സിസ്റ്റത്തിന് ആവശ്യമായ വർക്കിങ്ങിന് ആവശ്യമായ പ്രോഗ്രാംസും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്യാനാണ് റോം യൂസ് ചെയ്യുന്നത്, റീഡ് ഓൺലി മെമ്മറി. സോ മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയുടെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ CPU ഡയറക്റ്റായിട്ട് ഡാറ്റ ആക്സസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പ്രൈമറി മെമ്മറിയിൽ നിന്നാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആൻഡ് ആൾസോ ഹാസ് ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. വളരെ കുറച്ച് സ്റ്റോറേജ് കപ്പാസിറ്റി ആർക്കുള്ളൂ? പ്രൈമറി മെമ്മറിക്കുള്ളൂ. സോ പ്രൈമറി മെമ്മറി ഈസ് ആൾസോ നോൺ ആസ് മെയിൻ മെമ്മറി. ദെർ ആർ ടു ടൈപ്സ് ഓഫ് പ്രൈമറി സ്റ്റോറേജ്, RAM and ROM. RAM random access memory, ROM read only memory. റാമിലാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് പ്രോസസ്സിങ്ങിന് ആവശ്യമായ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും എല്ലാം സ്റ്റോർ ചെയ്യുന്നത് റാമിനാണ്. റാം ഈസ് ആൾസോ നോൺ ആസ് യൂസേഴ്സ് മെമ്മറി. ROM or read only memory is used for storing the data needed for computer for processing. ലൈക്ക് സോഫ്റ്റ്വെയർസ്, അതേപോലെ സിസ്റ്റം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ആണ് റോമിൽ സ്റ്റോർ ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റോറേജ് യൂണിറ്റിലെ ക്ലാസിഫിക്കേഷനാണ് സെക്കൻഡറി സ്റ്റോറേജ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഓക്സിലറി സ്റ്റോറേജ്. സോ പ്രൈമറി സ്റ്റോറേജിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്കാണ് അത് കോസ്റ്റ്ലിയാണ്, അതേപോലെ ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി, വളരെ കുറച്ച് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അത് ഓവർകം ചെയ്യാനാണ് സെക്കൻഡറി സ്റ്റോറേജ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് എ ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് ദ സ്റ്റോറേജ് ഈസ് പെർമനൻറ്റ്. ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ട്. ആൻഡ് ആൾസോ ദാറ്റ് ഡാറ്റ ഈസ് പെർമനൻ്റ്ലി സ്റ്റോർഡ്. പെർമനൻ്റ് ആയിട്ട് നമുക്ക് സെക്കൻഡറി സ്റ്റോറേജിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റിൻ്റെ എക്സാമ്പിളാണ് ഹാർഡ് ഡിസ്ക്, CD, DVD, മെമ്മറി സ്റ്റിക്ക്, എക്സെട്ര. നാലാമത്തെ ഫങ്ഷണൽ യൂണിറ്റാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് വഴി ഡാറ്റ ഇൻപുട്ട് ചെയ്തു, CPU ആ ഡാറ്റയെ ഇൻപുട്ട് ചെയ്ത ഡാറ്റയെയും ഇൻസ്ട്രക്ഷൻസിനെയും പ്രോസസ്സ് ചെയ്തു. ഇങ്ങനെയുള്ള ഡാറ്റയും ഇൻപുട്ടിനെയും എല്ലാം സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് യൂണിറ്റിലാണ്. സോ പ്രോസസ്സ് ചെയ്ത ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറി? ഇൻഫോർമേഷനായി മാറി. ഈ ഇൻഫോർമേഷന് നമുക്ക് തരുന്നത് ഏതിലൂടെയാണ്? ഔട്ട്പുട്ട് യൂണിറ്റിലൂടെയാണ്.
So the information obtained after data processing is supplied to the outside world through the output unit in a human readable form. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് ഇൻപുട്ട് യൂണിറ്റ് അത് ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് അത് കമ്പ്യൂട്ടർ റീഡബിൾ ഫോമിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. തിരിച്ച് കമ്പ്യൂട്ടർ റീഡബിൾ ഫോമിൽ നിന്ന് ഹ്യൂമൻ റീഡബിൾ ഫോം നമുക്ക് വായിക്കാൻ മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടാണ് ഔട്ട്പുട്ട് യൂണിറ്റ് അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമുക്ക് ഏതിലൂടെയൊക്കെയാണ് ഔട്ട്പുട്ട് തരുന്ന സിസ്റ്റം? സോ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് മോണിറ്റർ, പ്രിൻ്റർ, മോണിറ്റർ ആൻഡ് പ്രിൻ്റർ. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് ഇസ് ദ യൂണിറ്റ് യൂസ്ഡ് ടു ഗെറ്റ് ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഡാറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ നമുക്കൊന്നും കൂടെ മേജർ ഫങ്ഷൻ യൂണിറ്റ് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, CPU, സ്റ്റോറേജ് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റിലൂടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് ഡാറ്റയെയും ഇൻസ്ട്രക്ഷൻസിനെയും ഇൻപുട്ട് ചെയ്യുന്നത് ഇൻപുട്ട് യൂണിറ്റാണ്. ഇൻപുട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയെയും ഇൻസ്ട്രക്ഷൻസിനെയും അത് കമ്പ്യൂട്ടർ റീഡബിൾ ഫോം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇൻപുട്ട് ചെയ്യുന്നത്. ഇൻപുട്ട് ചെയ്ത ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU. സോ CPUവിൻ്റെ അകത്ത് മേജറായിട്ട് 3 ഘടകങ്ങളാണുള്ളത്. കൺട്രോൾ യൂണിറ്റ്, ALU, രജിസ്റ്റേഴ്സ്, ALU അല്ലെങ്കിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ALU ആണ് ബേസിക് ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് ALU ആണ്. ഇങ്ങനെ ഡാറ്റ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് എല്ലാം CPUവിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷനാണ് രജിസ്റ്റേഴ്സ്. കമ്പ്യൂട്ടറിലെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. മറ്റുള്ള എല്ലാ ഘടകങ്ങളെയും മാനേജ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. ഇങ്ങനെ ഇൻപുട്ട് ചെയ്യുന്ന ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ്, അതേപോലെ ഇൻഫോർമേഷൻസ്, അതേപോലെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ഇതെല്ലാം സ്റ്റോർ ചെയ്യാനാണ് സ്റ്റോറേജ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. പ്രോസസ്സ് ചെയ്ത CPU അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് പ്രോസസ്സ് ചെയ്ത ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഫോർമേഷനായി മാറിയിട്ടുണ്ടാവും. ആ ഇൻഫോർമേഷൻ പുറത്തേക്ക് ഔട്ട്സൈഡ് വേൾഡിലേക്ക് തരുന്നത് ഔട്ട്പുട്ട് യൂണിറ്റിലൂടെയാണ്. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് ഈ ഡാറ്റ, ഈ പ്രോസസ്സ് ചെയ്ത ഇൻഫോർമേഷൻ നമുക്ക് തരുമ്പോഴേക്കും അത് കമ്പ്യൂട്ടർ റീഡബിൾ ഫോമിൽ നിന്ന് ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ മാറ്റി കിട്ടിയ ഇൻഫോർമേഷനാണ് ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസ് ആയ മോണിറ്റർ അല്ലെങ്കിൽ പ്രിൻ്ററിലൂടെയെല്ലാം നമ്മൾ കാണുന്നത്. So these are the basic functional units of a computer.